വിശുദ്ധ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. വീടുകളുടെ അടുക്കളയിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഒരു കാലത്ത് സ്ഥാനം പിടിച്ചിരുന്ന മണ്ണെണ്ണ വിളക്കുകൾ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. മണ്ണെണ്ണ വിളക്കുകളും ഊട്ടുവിളക്കുകളും റാന്തൽ വിളക്കുകളും എല്ലാം ഇന്ന് എത്ര വലിയ ഓർമ്മയാണ് നമ്മുടെ ഉള്ളിൽ ഉണർത്തുക. ചെറുതെന്ന് തോന്നുമെങ്കിലും ഈ വിളക്കുകൾ ചെയ്യുന്ന വൻ കാര്യങ്ങൾ നമുക്കൊരിക്കലും മറക്കാനാവില്ല. ഈ വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് എത്രയോ പാഠങ്ങൾ നാം പഠിച്ചിട്ടുണ്ട്. കാണുമ്പോൾ ആരെയും ആകർഷിക്കുന്ന, പ്രകാശം പരത്തി ഉയർന്നു നിൽക്കുന്ന ഈ വിളക്കിനും ഒരു ത്യാഗത്തിന്റെ, കത്തിത്തീരലിന്റെ കഥ പറയാനുണ്ട്. സ്വയം കത്തിത്തീർന്നാലേ, ഉരുകിത്തീർന്നാലേ പ്രകാശമേകാനാകൂ എന്നതിന് നന്നായി അറിയാം. ജീവിതം അതിനെ പഠിപ്പിച്ച ഒരു പാഠം അതാണ്. പക്ഷെ അതൊരിക്കലും അതിനുവേണ്ടി കത്താറില്ല താനും. അപരർക്ക് വേണ്ടി സ്വയം കത്തിയും ജ്വലിച്ചും തീർന്നൊരു ജന്മം. അതിൻ്റെ കത്തി നിൽക്കുന്ന നാളങ്ങളിൽ നിന്നും മറ്റൊരു വിളക്ക് കത്തിക്കുന്നതുകൊണ്ടും അതിനൊരു പരിഭവം ഉണ്ടാകാറില്ല. കാരണം അതിനറിയാം, മറ്റൊരു വിളക്കിനെ കത്തിക്കുന്നത് കൊണ്ട് തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്ന്. കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ അധികമാരും പീഠത്തിലെടുത്ത് വെക്കണമെന്നില്ല. പക്ഷെ കട്ടിലിനടിയിലോ പറയുടെ കീഴിലോ കിടക്കേണ്ടി വന്നാലും അതിന് യാതൊരു സങ്കടവുമില്ല. ഈ വിളക്കിനെ കുറിച്ച് ധ്യാനിക്കുന്ന നമുക്ക് ഒരു കിടാവിളക്കാകാൻ എത്രയോ സാഹചര്യങ്ങളും സാധ്യതകളുമാണ് നല്ല തമ്പുരാൻ നമുക്ക് നൽകുന്നത്. പ്രതീക്ഷിക്കാത്ത എത്രയോ വിജയങ്ങൾ, ഉയർച്ചകൾ, പണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇന്ന് നിറവേറുമ്പോൾ, കൂടുതൽ വളർച്ചകളിലേക്ക് കടന്നു വരുമ്പോൾ, ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന, സമ്മാനിക്കപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങൾ, അവിടെയെല്ലാം നാം ഓരോരുത്തരും കത്തി നിൽക്കുന്നില്ലേ? ഇനിയൊരു മറുവശമുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചുകൂടെ? നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ, സംഭവങ്ങൾ, തെറ്റിദ്ധാരണകൾ, മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങൾ, പരിഹാസങ്ങൾ, കടുത്ത പരാജയങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ഇവയ്ക്കിടയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ദീപം ഒരു കെടാവിളക്കായി കത്തി നിൽക്കാറുണ്ടോ? ഒരു നിമിഷം നമുക്ക് വിചിന്തനം ചെയ്യാം. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നാം ഓരോരുത്തരും ഈശോയുടെ കയ്യിലെ ഒരു കെടാവിളക്കായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. ഏത് കൊടുങ്കാറ്റും വരട്ടെ, എത്ര വലിയ പ്രതികൂല ശക്തികളും വരട്ടെ, എത്ര വലിയ പരാജയവും വരട്ടെ, ലോകം മുഴുവൻ നമുക്കെതിരായി തിരിഞ്ഞാലും നമുക്ക് കത്താതിരിക്കാനാവില്ല, ജ്വലിക്കാതിരിക്കാനാവില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതശ്വാസം നിലയ്ക്കുന്നതുവരെയും അവരിനു വേണ്ടി അധ്വാനിക്കുവാനും അവരിനെ സ്നേഹിക്കുവാനും ഉണ്ടാകുന്ന എല്ലാവിധ അനുഭവങ്ങളും ദൈവത്തിൻ്റെ തിരുമനസ്സിന് കീഴ്വഴങ്ങിക്കൊണ്ട് സ്വീകരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം.